ഇതിൽ 10ാമത്തെ പാഠം അത് ജിന്നു വർഷരാത്രി. ഓക്കെ, വിശാലമായ പ്രപഞ്ചം നമ്മൾ ചുറ്റും നോക്കിയാൽ എല്ലാ വിനോദസഞ്ചാരങ്ങളെ കാണാം എന്നൊക്കെ പറയുന്ന പാഠങ്ങളുണ്ട്. കരയിലും കടലിലും ദൃശ്യവും അദൃശ്യവുമായ അനേകം ജീവികൾ ജീവിക്കുന്നു. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ജീവികളോടൊപ്പം തന്നെ നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മ ജീവികളുമുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ പൂരിപ്പിക്കാറുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചൊന്ന് പഠിച്ചു വെക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ മൈക്രോസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും പറഞ്ഞതിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ പറയാണ് ജിന്നുകളെ കുറിച്ച്. എന്നാൽ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താലും കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ് ജിന്നുകളും പിശാചുക്കളും. ചോദ്യം ഒന്നരങ്ങളും ജിന്നുകളും പിശാചുക്കളും. ഓക്കെ, ജിന്നുകൾ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. പ്രയാസകരമായ ജോലികൾ പോലും നിഷ്പ്രയാസം ചെയ്ത് കാണാൻ സാധിക്കും. കഴിഞ്ഞില്ല ജിന്നുകളുടെ പ്രത്യേകതമായിട്ട് നീണ്ട പിന്നെ എഴുതുന്നുണ്ട്. നേരത്തെ പറഞ്ഞവരുടെ പ്രത്യേകത കേട്ടോ. ഓക്കെ, ജിന്നുകളിൽ പുരുഷന്മാർ സ്ത്രീകളുണ്ട്, അവർക്ക് സന്താന പരമ്പരയുണ്ട്, അവർ നമ്മളെ കാണും. എന്നാൽ നമുക്ക് സാധാരണയായിട്ട് അവരെ കാണാൻ കഴിയില്ല. കേട്ടോ. ഇനി മനുഷ്യരെ പോലെ തന്നെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അതുപോലെ അവരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്. അവരിൽ സദ്വൃത്തരും അല്ലാത്തവരും, നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട് നടത്തും. ഓക്കെ, ഇനി ശൈത്താന്മാരെ കുറിച്ച് പറയാണ്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ, പിശാചുക്കൾ. ഓക്കെ, അവരിൽ ഏറ്റവും ധിക്കാരിയും ഏറ്റവും നിഷേധിയുമാണ് ഇബ്ലീസ്. ഓക്കെ, ഇനി പിശാച് മനുഷ്യ ഹൃദയങ്ങളെ അവരെന്താ ചെയ്യുക? മനുഷ്യ ഹൃദയങ്ങളെ ദുർബോധന ചെയ്യുന്നു, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഇതെന്താ മനുഷ്യ ഹൃദയങ്ങളിൽ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇതിന് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇബ്ലീസിന്റെ വെല്ലുവിളി, അതിശക്തനായ ഇബ്ലീസ് പറയാണ് നിന്റെ പ്രതാപം തന്നെ സത്യം, നിശ്ചയം അവരെ മുഴുവനായി ഞാൻ വഴിവേൽപ്പിക്കും. ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ദാസന്മാരേക്ക്. അപ്പൊ ആ ശുദ്ധീകരിക്കപ്പെട്ട ദാസന്മാരാണ് നമ്മൾ ശ്രമിക്കണം എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. ഈ ശില്പ പറഞ്ഞ കാര്യം അതിന്റെ അർത്ഥവും പഠിച്ചു വെക്കണം. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചില പോയിന്റുകൾ വീണ്ടും ഈ പാഠത്തിന് പറയുകയാണ്. ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണ് വിശ്വസിക്കുന്നത് നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, അത് വിശ്വസിക്കാൻ എന്താണ് നിർബന്ധമാണ്, സുന്ദരത്താണ് എന്ന ഓപ്ഷൻസ് ഒക്കെ വരും. ഓക്കെ, ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നാം എപ്പോഴും അല്ലാഹുവിനോട് കാവലിലാണ്, അഭയം കാണും. ഓക്കെ, പിന്നെ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന ശൈത്താന ലിൻസാനി അദുവ്വുൻ മുബീൻ, നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ഖുർആൻ പറയുന്നത്. ഈ ആയത്തും ഈ അർത്ഥവും എല്ലാം കൃത്യമായി പഠിച്ചു വെക്കണം. ഓക്കെ.